ഓണസദ്യ വീട്ടിലുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഏറ്റവും ബെറ്ററാണ്. അതിനെക്കാട്ടി വീട്ടിലേക്കാട്ടി ബെറ്ററാണ് ഞങ്ങൾ. ഭാര്യ കേൾക്കണ്ട കേട്ടോ, ഭാര്യ അത് കട്ട് ചെയ്ത് കളഞ്ഞോ, ഭാര്യ കേൾക്കണ്ട. ഭാര്യ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അച്ചായൻ്റെയാണ്. ഭാര്യ ഇല്ലേ, സ്വന്തമായിട്ടില്ല, വേറെ ഭാര്യമാരൊന്നും ഇല്ല. നമസ്കാരം, തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവല്ല നെല്ലാടുള്ള ഗ്രീൻ പാർക്ക് ഹോട്ടലിൽ ഇത്തവണയും ഓണസദ്യയുണ്ട്. സെപ്റ്റംബർ 3, 4, 5 തീയതികളിലാണ് ഓണസദ്യയുള്ളത്. ഒരൊറ്റ കോൾ ചെയ്താൽ മതി, ഓണസദ്യ നിങ്ങളുടെ വീട്ടിലെത്തും. വിളിക്കേണ്ട നമ്പർ 9747491557. അതെ 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 അതെ. എങ്ങനെയുണ്ട് സാധനമൊക്കെ? എങ്ങനെയുണ്ട്? ഏറ്റവും ഗ്രാൻഡ് ഫുഡ്, അടിപൊളി സാധനം. എല്ലാവർക്കും ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വരുന്നത് രാവിലത്തെ പൊറോട്ട ചൂടാക്കി തരുമല്ലോ തോന്നല്ലേ? അല്ലല്ല, ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ആവശ്യമില്ല. അതെ, നല്ല ചൂടായിട്ടുള്ള ആഹാരം, നല്ല ഫുഡ് ഇവിടെ കിട്ടും. വിശ്വാസമായിട്ട് വന്ന് കഴിക്കാം. ഫാമിലി സഹിതം വന്നിട്ട് വിശ്വാസമായിട്ട് കഴിച്ച് നല്ല ഇതായിട്ട് പോവാം. ചോറുണ്ണാതെ പൊറോട്ട കഴിക്കുന്നതിൻ്റെ രഹസ്യം എന്തോ എന്ന് വെച്ചാൽ പിന്നെ ഈ ചോറിനെക്കാട്ടും നല്ല പിന്നെ ഈ പൊറോട്ട പ്രത്യേക രീതി പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് കൂടുതൽ കഴിക്കുന്നത്. അത് ഈ പൊറോട്ട കഴിക്കാൻ ഗ്രീൻ പാർക്കിൽ തന്നെ വരണം തോന്നുന്നു. അങ്ങനെ ഇപ്പം ഞങ്ങൾ 1.5 കിലോമീറ്റർ ഓടി അവിടെ വന്നേക്കുന്നത്. എന്ന് പറഞ്ഞ കാര്യം ഇവിടെ വരുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ബീഫ് റോസ്റ്റ് ഭയങ്കര ഫേമസ് ആണ്. അത് പ്രത്യേക സ്റ്റൈലിലാണ് അത് ഉണ്ടാക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. പന്ന പോത്തിനെ ഒന്നും വെട്ടിത്തരില്ല. ഇത് തന്നെ അതിൻ്റെ പീസ് തന്നെ നോക്കുകയാണില്ലേ, എല്ലാം സ്ക്വയർ കിടക്കുന്ന, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കൊടുക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ മുതലാളി അച്ചായൻ്റെ സഹകരണം എങ്ങനെയുണ്ട്? അച്ചാനെ കുറിച്ച് ഞങ്ങൾ പണ്ട് മുതലേ അറിയാവുന്ന ഒരു അച്ചാനാണ്. അത് തന്നെയല്ല, ഈ ഡീലിങ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ നീറ്റാണ്. അതാണ് പ്രത്യേകത. ഒരു കസ്റ്റമർ ഇവിടെ ഫുഡിന് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ട് ബിഹേവ് ചെയ്യുന്നതൊക്കെ വളരെ മാന്യമായ ഒരു ചാളയോ അല്ലെങ്കിൽ ഞാനൊരു മുതലാളിയോ ഞാനൊന്നും അങ്ങനെ ഒരു ചാളയൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് അത് തന്നെ. ഒരാൾക്കാർ വന്നു കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കും. ഓൾറെഡി കൗണ്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് നമ്മളെ ഡീൽ ചെയ്യും. അതാണ് ഏറ്റവും പ്രത്യേകത. ഇവിടുത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ്. ഓണസദ്യ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞാൽ വീട്ടിൽ ഓണസദ്യ ഉള്ളത് കൊണ്ട് ഓർഡർ ചെയ്യേണ്ടി വരുമെന്ന് തോന്നില്ല. അല്ലല്ല, ഓണസദ്യ വീട്ടിലുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഏറ്റവും ബെറ്ററാണ്. അതിനെക്കാട്ടി വീട്ടിലേക്കാട്ടി ബെറ്ററാണ് ഞങ്ങൾ. ഭാര്യ കേൾക്കണ്ട കേട്ടോ, ഭാര്യ അത് കട്ട് ചെയ്ത് കളഞ്ഞോ, ഭാര്യ കേൾക്കണ്ട. ഭാര്യ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അച്ചായൻ്റെയാണ്. ഭാര്യ ഇല്ലേ, സ്വന്തമായിട്ടില്ല, വേറെ ഭാര്യമാരൊന്നും ഇല്ല. ചേച്ചി നമസ്കാരമുണ്ട്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? സൂപ്പർ ഊണാണ്. സൂപ്പർ. സ്ഥിരം ഇവിടെയാണോ വരുന്നത്? ഞങ്ങൾ ഹരിതകർമ്മസേന അംഗമാണ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. നല്ലത് ഓണസദ്യയായിട്ട് നല്ല സ്പെഷ്യലായിട്ട് പായസമുണ്ട്. ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഹരിതകർമ്മസേന ഡ്രൈവറാണ്. ഏത് വണ്ടി ഓടിക്കുന്നത്? ഇലക്ട്രിക് ആപ്പയും ഓടിക്കും, ആപ്പയും ഓടിക്കും. ആണല്ലേ? വീട് എവിടെയാണ്? ഇവിടെ മളംകുളം.
സ്ഥിരം വരുന്നത് നമ്മുടെ ഗ്രീൻ പാർക്കിലാണ്. ഗ്രീൻ പാർക്കിലാണ്. ഗ്രീൻ പാർക്കിലെ ഫുഡൊക്കെ മുതലാകും, സാധാരണ റേറ്റേ ഉള്ളൂ. എന്നാലും ഞങ്ങൾ പൈസ കൊടുക്കുമ്പോൾ അച്ഛൻ വാങ്ങിക്കത്തില്ല. ഹരിതകർമ്മസേനയാണെന്ന് പറഞ്ഞുകൊണ്ട് ആയതുകൊണ്ട് ഞങ്ങളൊന്നും വാങ്ങിക്കണ്ട. കേൾക്കണം കേട്ടോ. ഞങ്ങൾ നിർബന്ധിച്ച് കൊടുക്കും. ഇരുന്നോട്ടെ, വേണ്ട വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് പോക്കോ, നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതല്ലേ അന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് പ്ലേറ്റിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ചില ഹോട്ടലിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പകുതി നമ്മൾ കളയുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ എല്ലാവരും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് കാണുന്നത് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയാണല്ലേ? അതെ അതെ. ചേച്ചി ഇരവിപ്പേര് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന. പേരെന്തുവായിരുന്നു? ജീന. കേട്ടില്ല. ജീന. 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 ജീനയെ പറ്റി ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. പാട്ട് പാടുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. പാടുമോ അതോ പാടുപെടുത്തുവോ? ചെറുതായിട്ട് 2 വരി നമുക്കൊന്ന് കേൾക്കാറുണ്ട് ചേച്ചിയുടെ പാട്ട്. പാലോ പാലോ നല്ല നടപ്പാലോ, അപ്പൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. പാടിപ്പാടി ഒത്തിരി ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. कैसा है? एकदम बढ़िया है सर. കേരള എങ്ങനെ? കേരള സൂപ്പർ സൂപ്പർ സൂപ്പർ. ചൈന നമ്മുടെ മൊറാലി എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ ഉണ്ട്. ബാർബിക്യൂ ഒക്കെ നന്നായിട്ടാണോ ഉണ്ടാക്കുന്നത്? ബാർബിക്യൂ ഉണ്ട്, തന്തൂരി ഉണ്ട്, ചിക്കൻ ടിക്ക, കബാബ്, വിങ്സ്, ബോൺലെസ് ടിക്ക, തന്തൂരി ഉണ്ട്, പിന്നെ നമ്മുടെ പെരി ഉണ്ട്, കാന്താരി, അങ്ങനെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. പോലെ ഓക്കെ പറഞ്ഞ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതുപോലെ ഓണസദ്യ ഉണ്ടെന്ന് പറഞ്ഞ് അറിഞ്ഞൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ചില കസ്റ്റമേഴ്സൊക്കെ ഞങ്ങളെ വെളിയിൽ നിന്ന് വിളിച്ചു. അവരാരൊക്കെയോ പറഞ്ഞു വിട്ടപ്പോൾ ഇവിടെ ഷട്ടർ താഴ്ത്തിയിട്ടേക്ക് വരുന്നു, ഓർഡർ കൂടിയിട്ടെന്ന്. അപ്പോൾ ഇത്തവണ തിരക്കായിരുന്നു. ഞങ്ങൾക്കുള്ള റിക്വസ്റ്റ്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയതിൻ്റെ ഇരട്ടി ഊണി ഇത്തവണ കൊടുക്കാൻ ദയവ് ചെയ്ത് ശ്രമിക്കണം. അതുകൊണ്ടുണ്ട് അതിനേക്കാളും ഓർഡർ ഇപ്പം വന്നു കഴിഞ്ഞു. റേറ്റ് ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ടോ തോന്നുന്നല്ലേ? ഒരു ഉൽപ്പന്നത്തിൻ്റെ വില അനുസരിച്ച് കൂടി. എത്ര ഓണസദ്യയുടെ നമുക്ക് ഈ പ്രാവശ്യം വില? ഇപ്പം 350 ഉദ്ദേശിക്കുന്നത്. 350 രൂപയ്ക്ക് എന്തൊക്കെ വിഭവങ്ങളുണ്ട്? വിഭവങ്ങൾ നമ്മളെ പിന്നെ ഉപ്പേരി, ഉപ്പേരി, ചക്കര പുരട്ടി, പിന്നെ കണികണക്ക, പരിപ്പോട, ചെറിയ പരിപ്പോട വരുന്നുണ്ട്, പിന്നെ ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പച്ചടി, കിച്ചടി, ഓലന്, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, പപ്പടം, പായസം ഉണ്ട്, അടപ്രഥമന്, അരിപ്പായസവും 2 പായസമുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിന് ഏത് പായസം വേണോ അത് കൊടുക്കും. നമുക്ക് പായസം മേഖല ഇവിടെ കൂടുതലുണ്ട്. പായസം സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രഥമനും അടപ്പം ആർക്ക് ഏത് പായസം വേണോ അത് ഏതൊക്കെ ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ 3, 4, 5 തിരുവോണം വരെ. തിരുവോണം നാളെ പറയുമ്പം പിന്നെ പൂരാട, ഉത്രാടം, തിരുവോണം. അപ്പം പിന്നെ അത് കഴിയുമ്പോഴും ആവശ്യമായ ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കും. നമുക്ക് ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഉണ്ട്. അതിന് എക്സ്ട്രാ ചാർജ് അങ്ങനെ? ഇല്ല, ഹോം ഡെലിവറി ഫ്രീ ആയിട്ട് കൊടുക്കും. കാരണം ഗ്രീൻ പാർക്കിൽ ഫുഡിനെ പറ്റി ഭയങ്കര അഭിപ്രായമാണ്. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തപ്പോൾ തന്നെ ഒരു മുഖസ്തുതി പറയുകയല്ല. കാരണം നമ്മളങ്ങനെ പറയുമ്പോൾ കസ്റ്റമേഴ്സ്, നമ്മുടെ വാർത്തകൾ കാണുന്ന ആളുകൾ ചിന്തിക്കും പറഞ്ഞു പറയിക്കുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് പറയിക്കുന്നതാണ്. ഒരിക്കലും അല്ല. കാരണം കുറച്ച് മുമ്പ് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ പറഞ്ഞു നമുക്ക് ഫുഡ് സൗജന്യമാണ്.
സത്യമാണോ? അതെ അതെ, അത് സൗജന്യമാണ്. ഇത് 3 പേരെ ഞാൻ കണ്ടു. ആ 3 പേരെ കണ്ടതുകൊണ്ട് ആ 3 പേർക്ക് സൗജന്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുപോലെ ഒരു ഇങ്ങനെ പല ആളുകൾക്കും പിന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ. കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വലിയൊരു നന്മയാണ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നും അച്ഛനൊരു പബ്ലിസിറ്റി കൊടുക്കുമോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഫ്ലെക്സ് അടിച്ച് വെക്കേണ്ട കാര്യങ്ങളായിരുന്നു. ശരിക്കും അതുകൊണ്ടായിരിക്കും ഞങ്ങൾ വന്ന സമയം മുതൽ നല്ലൊരു തിരക്ക് ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു നല്ല മനസ്സുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. ദൈവം അനുഗ്രഹിക്കുവാണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്തായാലും മനസ്സ് നിറഞ്ഞ് ഓണസദ്യ എല്ലാവരും ഇത്തവണയും കഴിക്കട്ടെ. അപ്പം പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് അടിപൊളി ഓണസദ്യ വീട്ടിലുണ്ടാക്കുന്നതിലും നല്ല ഓണസദ്യ ഗ്രീൻ പാർക്കിൽ വന്ന് കഴിക്കാമെന്നത് അനുഭവത്തിൽ പറയുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആരെയും കൊണ്ട് പറയിക്കുന്നതൊന്നുമല്ല, സത്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് ഒരു പ്രാവശ്യം വന്നാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.